രഹസ്യ ചർച്ചയാണ്. അതിനൊത്ത നടുക്ക് രുദ്രയുമുണ്ട്. രുദ്രയുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ടപ്പോൾ അഗ്നിയുടെ ഉള്ളിലെ ദേഷ്യം മഞ്ഞു പോലെ ഉരുകി. നീയൊക്കെ എന്റെ കുഞ്ഞിനെ കൂടി തീവ്രവാദിയാക്കുമോ? അഗ്നിയുടെ ഉറച്ച ശബ്ദം വന്നപ്പോൾ നാലും തിരിഞ്ഞു നോക്കുന്നത്. രുദ്ര അതിനോടകം തന്നെ അഗ്നിയുടെ നേരെ കയ്യും നീട്ടി ചിരിയോടെ നിൽക്കുന്നുണ്ട്. മൂന്നെണ്ണം അവനെ നോക്കി ചിരിച്ചു കാണിച്ചപ്പോൾ ജാനി നിലത്തേക്ക് നോക്കി നിൽക്കുക മാത്രമായിരുന്നു. എന്റെ മഹാദേവ, ഈ അവതാരം വന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഇനി ഇത് പറഞ്ഞായിരിക്കും ഇന്ന് രാത്രിയിലെ കോലാഹലം മുഴുവൻ. ജാനി അതും മനസ്സിൽ വിചാരിച്ച് പതുക്കെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന അഗ്നിയെയാണ്. നീ ഒറ്റയൊരുത്തി വന്നതിന് ശേഷമാ ഇതു മൂന്നും ഇതുപോലെ തലതെറിച്ചു പോയത്. അതിനു മുൻപേ ഞാൻ വരുമ്പോൾ ഇതുപോലുള്ള സംഘം ചേരലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി എൻ്റെ മോളെ കൂടെ നിന്റെ സ്വഭാവം പഠിപ്പിച്ചെടുക്കണം. എന്തിനാ ഇല്ലാത്തതൊക്കെ പറയുന്നത് അഗ്നിയേട്ടാ? ഞങ്ങൾ പണ്ടും ഇതുപോലെ തന്നെയാണ്, ഇന്നും ഇതുപോലെ തന്നെയാണ്. ഒരാൾ വന്നു എന്ന് കരുതി ഞങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരില്ല. നിർത്തിക്കോ ഇന്ദു നിന്റെ ഈ നാക്ക്. അത് നിനക്ക് നല്ലതിനായിരിക്കില്ല. പിന്നെ നിന്റെ അച്ഛനോടും അമ്മയോടും തുള്ളുന്നത് പോലെ എൻ്റെ നേരെ തുള്ളാൻ വന്നാലുണ്ടല്ലോ, നീ ശരിക്കും കളി പഠിപ്പിക്കും ഞാൻ. ഇന്ദുവിനെയും കൃഷ്ണയെയും പൂജയെയും ജാനി തന്നെ വേഗം അവിടെ നിന്നും ഓടിച്ചു. അല്ലെങ്കിൽ ഈ സംസാരം കൂടിപ്പോയാൽ പുതിയ ഒരു ആഭ്യന്തര കലഹത്തിന് വഴി തെളിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. നീ കൂടുതൽ നല്ലവളാകാനൊന്നും ശ്രമിക്കണ്ട. പൊന്നുമോള് മുറിയിലേക്ക് വാ. ഇന്ന് ഇതിനുള്ളത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രുദ്രയുമായി മുറിയിലേക്ക് നടന്നു. എൻ്റെ മഹാദേവ, ഇന്നത്തെ കാര്യത്തിനും തീരുമാനമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജാനി അടുക്കളയിലേക്കാണ് നേരെ പോയത്. അഗ്നി, ഞാൻ പറഞ്ഞില്ലേ, ജാനകിക്ക് ഒട്ടും കൾച്ചറില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. അവളുടെ കൂടെ നമ്മുടെ കുഞ്ഞിനെ നിർത്തിക്കഴിഞ്ഞാൽ ഇവളുടെ സ്വഭാവത്തിനെ അത് ബാധിക്കും. ചന്തു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടാൻ വരണ്ട. കാര്യമില്ല. പിന്നെ പറഞ്ഞു വരുമ്പോൾ ജാനകി ഈ കുടുംബത്തിലെ ഒരംഗമാണ്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അഗ്നിയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ മുഖമൊന്ന് വാടി. ഞാൻ മോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ മുത്തശ്ശനും മറ്റുള്ളവർക്കും എല്ലാം അവൾ ഒത്തിരി പ്രിയപ്പെട്ടതാണ്. നീ ഒരു അഭിപ്രായം പറഞ്ഞു നിന്നോട് ആർക്കും ഒരു നീരസം ഉണ്ടാവരുത്. നീ എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ചന്തു. എൻ്റെ ശ്രേയയുടെ സിസ്റ്റർ, അതെനിക്കെന്നും ഇമ്പോർട്ടൻറ്റും സ്പെഷ്യലുമാണ്. അത് കേട്ടപ്പോൾ ചന്തുവിൻ്റെ മുഖമൊന്ന് വിടർന്നു. അവളും അഗ്നിയോട് ചേർന്നിരുന്നു കൊണ്ട് ലാപ്ടോപ്പിൽ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വീണ്ടും ആരംഭിച്ചു. അപ്പോഴാണ് ജാനകി രുദ്രയെ ഉറക്കിക്കൊണ്ട് അവിടേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ട ചന്തു അഗ്നിയുടെ ശരീരത്തിലേക്ക് അമരുന്നത് പോലെ കുറച്ചുകൂടെ ചേർന്നിരുന്നു കൊണ്ട് അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ജാനി രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ രുദ്രയെ കട്ടിലിലേക്ക് കിടത്തി. അവൾ മാറാൻ നോക്കുമ്പോൾ രുദ്ര ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ജാനിയുടെ അരികിലേക്ക് ചേർന്നു. അവളെ ഒന്നും കൂടി കൊട്ടി ഉറങ്ങുമ്പോഴും ചന്തുവിൻ്റെ കണ്ണുകൾ അഗ്നിയിലും ജാനിയിലുമായി ഓടി നടന്നു. നാട്യക്കാരി, എൻ്റെ കുഞ്ഞിനെ മയക്കി എടുക്കുക. പല്ല് കടിച്ച് പൊട്ടിക്കുന്നതിന് ഇടയിലും അഗ്നി പറയുന്നത് ചന്തു കേൾക്കുന്നുണ്ട്. അവൾക്കത് മനസ്സിൽ ഒരു സന്തോഷമാണ് നിറച്ചത്. എങ്കിലും അതറിഞ്ഞ ഭാവം കാണിക്കാതെ അവൾ അവിടെ ഇരുന്നു. ജാനി മോളെ കിടത്തി അവിടെ നിന്നും എണീറ്റപ്പോൾ കാണുന്നത് അഗ്നിയുടെ തോളിൽ ചാരിയിരുന്ന് ലാപ്പിൽ നോക്കുന്ന ചന്തുവിനെയാണ്. എന്തോ ആ കാഴ്ച അവളിൽ വേദനയുണ്ടാക്കി. അതെന്തിനാണെന്ന് മാത്രം അവൾക്ക് നേരെ തിരിച്ച് അറിയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ തനിക്ക് അഗ്നിയെ ആഗ്രഹിക്കാൻ അർഹതയില്ല എന്ന് അവൾക്കുള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ചന്തു, സമയം ഒത്തിരി ആയില്ലേ, പോയി കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി അവിടെ നിന്നും എണീറ്റു. അവനവിടെ തുണി മടക്കുന്ന ജാനിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അത് അത്രയ്ക്ക് ചന്തുവിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ മുഖമൊക്കെ വീർപ്പിച്ച് കെട്ടിക്കൊണ്ടാണ് അവൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയത്. ആ പോകുന്ന പോക്കിലും ജാനകിയെ നോക്കി പേടിപ്പിക്കാൻ അവൾ മറന്നില്ല. അഗ്നിയുടെ മുറിയിൽ നിന്നും ചന്തു ഇറങ്ങി വരുമ്പോഴാണ് ഡയാനയും ഹിമയും അവിടെ നിൽക്കുന്നത്. ഹായ് ആൻറ്റീസ്, എന്താ ഇവിടെ ഒരു ചർച്ച? മുഖത്തെ ദേഷ്യം മാറ്റി അവിടെ ഒരു ചിരി നിറച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം. എന്നെ പറയാനാണ് മോളെ, പൂജക്കുട്ടിയുടെ എൻട്രൻസിന് വിടുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. ആൾക്ക് ഇപ്പോൾ തന്നെ പഠിക്കാൻ അതൊക്കെ ഒരു ഇതാണ്. ആഹാ, അത് നല്ലൊരു കാര്യമല്ലേ. സായിലം സൂപ്പറാണ് ആൻറ്റി. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് അവിടെ വിടാന്നേ. എൻ്റെ മോളെ, അതല്ലേ രസം. പൂജക്കുട്ടിക്ക് നമ്മുടെ ജാനി പഠിപ്പിച്ചാൽ മതി. ആ പെണ്ണ് എല്ലാവരെയും കയ്യിലെടുത്തേക്കുക. എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ഒക്കെ ഓരോന്ന് പറയുന്നത്? അതൊരു പാവം കൂട്ടിയാണ്. ആർക്കും ദോഷത്തിനും ഗുണത്തിനും ഒന്നും വരുന്നില്ലത്. പിന്നെന്തിനാ അതിനെ? നിനക്കൊക്കെ ഇന്നല്ലേ നാളെ അവളുടെ വിഷം മനസ്സിലാകും. അവളുടെ പൂങ്കണ്ണീര് കണ്ട് ഈ ഹേമയുടെ മനസ്സ് അലിയില്ല.
എനിക്കിതൊന്നും പറയാനില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. അത്രയും പറഞ്ഞ് ഡയാന അവിടെ നിന്നും പോയി. കണ്ടില്ലേ, ആ മോളെ പറഞ്ഞത് പിടിച്ചില്ല. അതാണ് ഈ പോക്ക്. അതൊക്കെ വിടാ ആൻറ്റി. അവളെ ഇവിടെ നിന്ന് ഓടിക്കുന്നത് എനിക്ക് വിട്ടേക്ക്. ഒരാഴ്ച, അതിൽ കൂടുതൽ വേണ്ട. അവളെ അഗ്നി തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അല്ലെങ്കിൽ അവളെ നമ്മളായിട്ട് ഇറക്കി വിട്ടിരിക്കും. അതാണ് മോളെ എൻ്റെയും ആഗ്രഹം. നീ ഇവിടേക്ക് വരണം, അഗ്നിയുടെ ഭാര്യയെ. അതിപ്പോൾ എൻ്റെയും കൂടെ ആവശ്യം. പിന്നെ നമ്മൾ തീരുമാനിക്കും ഈ വീട് എങ്ങനെ കഴിയുമെന്ന്. സമാധാനമായിട്ടിരിക്കുക ആൻറ്റി, നമ്മളിതെല്ലാം ചെയ്തിരിക്കും. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നെ നോക്കി സായിയോടെ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടിരിക്കുന്നതാവും. ശരി ശരി, രണ്ടുപേരും രാത്രി ഒത്തിരി സംസാരത്തിൽ നിൽക്കാതെ കിടന്നുറങ്ങാൻ നോക്കിക്കോ. ഹേമയോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴും ചന്തുവിൻ്റെ മനസ്സ് നിറയെ അഗ്നിയും ഒത്തുള്ള സുന്ദര നിമിഷങ്ങളായിരുന്നു. എൻ്റെ ആൻറ്റി, അങ്ങനെ അങ്ങ് പോയി കിടന്ന് കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുമോ? അതും ഒരു ആറ്റം ചരക്ക് മുന്നിലുള്ളപ്പോൾ. അതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവൾ മുന്നിലേക്ക് നടന്നത്. അഗ്നി കട്ടിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ജാനി തനിക്ക് കിടക്കാനുള്ള സ്ഥലത്തേക്ക് കിടന്നിരുന്നു. എടി മോളെ, നിന്റെ കയ്യിലിരിപ്പൊക്കെ ഞാനും കാണുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ മയക്കിയെടുക്കാം എന്നൊന്നും നീ വിചാരിക്കണ്ട. നിനക്കിവിടെ സുഖവാസം ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. നിനക്ക് തരാനുള്ള നല്ലൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീയും നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും എന്നോട് കാണിച്ച ചതി അതൊരിക്കലും ഈ അഗ്നി മറക്കില്ല. അഗ്നി ഇതുപോലുള്ള കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് ജാനി അതിനൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ അവളുടെ തലവണ നനയുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലെ വേദനകൾ നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകൾ ഒരിക്കൽ പോലും അഗ്നി കാണാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോഴും അവൻ അറിയുന്നില്ല, അവളെ കുത്തുവാക്കു പറയുന്ന ഈ നാവ് കൊണ്ട് തന്നെ അവൾക്കായി അവൻ അന്വേഷിച്ച് നടക്കുമെന്ന്. ചന്തു ഇപ്പോൾ തന്നെ ദിവസം കുറേയായി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട്. ഇനിയും അവളെ ഇവിടെ വെച്ച് വാഴിക്കാനാണോ നിന്റെ ഭാവം? എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല കേട്ടോ ഇതൊന്നും. ഒരു പുതപ്പിനുള്ളിൽ നഗ്നമായി കിടന്നുകൊണ്ട് സായു ഇതെല്ലാം ചന്തുവിനോട് ചോദിക്കുന്നുണ്ട്. മോളെ സായു, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് ഫലമുണ്ടാവണമെന്നില്ല. എന്നാൽ കുറച്ച് പ്ലാൻ ചെയ്താൽ എന്നത്തേക്കുമുള്ള ഫലം നമുക്ക് കിട്ടും. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ പഴയ കുറച്ച് കൂട്ടുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന്മാർ നോക്കിക്കോളും ആ ഭൂമിയെ. എന്നാൽ നമ്മുടെ പൊതു ശത്രുവിൻ്റെ കാര്യം നീ ഇനി അതോർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ കുട്ടിപ്പിശാശുണ്ടല്ലോ രുദ്ര, കാണുന്നത് പോലൊന്നുമല്ല. അഗ്നിയേട്ടൻ്റെ അല്ലേ വിത്ത്. 24 മണിക്കൂറും വായിൽ നിന്നും വരുന്നതൊക്കെ കേട്ടാലുണ്ടല്ലോ, കാലേ വാരി അലക്കാൻ തോന്നും. കാലേ വാരിയല്ല, അവളെ ഞാൻ പരലോകത്തുനിന്ന് തന്നെ വിടും. അഗ്നിയുടെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് വന്നോട്ടെ, അത്രയും. അതുമാത്രമാണ് അവളുടെ ആയുസ്. കൃഷ്ണ എന്തു രണ്ടിനെയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പാക്ക് ചെയ്യണം. എന്നിട്ട് വേണം ബാംഗ്ലൂരുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്താൻ. നിനക്കറിയാമല്ലോ, ആ രണ്ടെണ്ണവും കുറഞ്ഞ വിളഞ്ഞ വിത്തുകളാണ്. എൻ്റെ ചന്തു, നിനക്കെല്ലാം ഉണ്ട്. അടുത്തയാഴ്ച രണ്ടും കോളേജിൽ നിന്ന് ട്രിപ്പിന് പോകും. 3-4 ദിവസത്തേക്ക് അതിൻ്റെ ശല്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ പൂജ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ചെറിയൊരു ആക്സിഡൻറ്റ്. അതുപോരെ അവളും അവളുടെ അമ്മയും ആശുപത്രിവാസത്തിന് കയറാൻ. ചന്തു, നീ കേട്ടിട്ടില്ലേ സായു, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. അതുകൊണ്ട് ആര് വീണാലും ആര് ചത്താലും അതൊന്നും ഈ ചന്തുവിൻ്റെ പ്രശ്നങ്ങളെയല്ല. ഞാൻ എന്താണ് നേടണമെന്ന് ആഗ്രഹിച്ചത് അത് മാത്രമാണ് എൻ്റെ പ്രയോറിറ്റി. രാവിലെ കരിമ്പച്ച നിറത്തിലെ പുളിയരക്കര സെറ്റും മുണ്ടും കരിമ്പച്ച കളറിലെ ബ്ലൗസും ഇട്ട് നനഞ്ഞ മുടി വിടർത്തിയിട്ട് കണ്ണിൽ കരിമഷി നിറച്ച് നെറ്റിയിൽ ഒരു ചെറിയ ഭസ്മക്കുറിയും സീമന്തരേഖയിൽ കുങ്കുമവും ചാർത്തി ഭൂമി താഴേക്കിറങ്ങി. അവളുടെ ആ വരവ് എന്തുകൊണ്ടും ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ്. അവളെ തന്നെ നോക്കിയിരുന്ന സക്കീർ എന്ന സഖിയുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു കുളിര് പകരുന്നത് അവനറിഞ്ഞു. ഇവളേതാണ് ഈ പുതിയ കക്ഷി? ഇതുവരെ ഈ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഇനി ഇതാണോ അഗ്നിദേവിൻ്റെ പുതിയ ഉരുപ്പടി? എന്താണേലും കൊള്ളാം. ഉപ്പ് നോക്കാനുള്ളതെല്ലാം ഉണ്ട്. ഭൂമിക്കെന്തോ അയാളുടെ നോട്ടം അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ വേഗം തന്നെ അവിടെ നിന്നും അടുക്കളയിലേക്ക് വലിഞ്ഞു. സോറി സഖി, നീ വന്നിട്ട് കുറച്ചു നേരമായോ എന്ന് ചോദിച്ചുകൊണ്ട് ഹേമ അവൻ്റെ അരികിലേക്ക് സെറ്റിയിലിരുന്നു. നീ താമസിച്ചാൽ എന്താ? നല്ലൊരു പണിയല്ലേ ഇത്രയും നേരം മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ബോറടിച്ചില്ല. എടാ, ഈ വീട് ഏതാണെന്ന് അറിയാമല്ലോ അല്ലേ? ഈ ചുമരിന് പോലും ചെവിയുണ്ട്. ഓരോന്ന് വിളിച്ച് പറയാതെ.
നീ ആരാണ് കണ്ടതെന്നും എന്താ നിന്റെ കണിയെന്നും ഒക്കെ എനിക്കറിയാം. ഇവിടെ അത്രയ്ക്ക് വലിയ സുന്ദരികളും ഭൂലോകരമ്പകളും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ. ഇപ്പോൾ അങ്ങോട്ട് കടന്നു പോയത് ആ പനിനീർ പുഷ്പം തന്നെയാണ്. ആരും ഒന്ന് നോക്കിപ്പോകുന്ന പനിനീർ പുഷ്പം എടുത്ത് മണത്ത് നോക്കാനും ചിലപ്പോൾ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ വരെ തോന്നുന്ന സ്പെഷ്യലായ ഒന്ന്. എന്താണേലും ഇതുവരെ ഇവിടെ വന്നിട്ട് കാണാത്തൊരു പുതിയ... ഓ, മനസ്സിലായി. നീ ഇനി കൂടുതൽ വർണ്ണനയൊന്നും നടത്തണ്ട. അതാണ് അഗ്നിയുടെ പുതിയ ഭാര്യ. പിന്നെ ഭാര്യ എന്ന പേര് മാത്രമേ ഉള്ളൂ. അവന് വെറും വേലക്കാരിയാണ് പെണ്ണ്. അവന് വേണമെങ്കിൽ ഇങ്ങ് തന്നേക്കാൻ പറ, ഞാൻ നോക്കിക്കോളാം. നല്ല സുന്ദരമായി തന്നെ, ഒരു കുറവും വരത്തില്ലെന്നേ. നോട്ടി. നിനക്കറിയാമല്ലോ അഗ്നിയുടെ സ്വഭാവം. അവൻ്റേതെന്ന് ഉറപ്പിച്ചുള്ള ഒന്നിനെയും ആരും നോക്കുന്നത് പോലും ഇഷ്ടമില്ലാത്തതാണ്. ഇവിടെ ഇത് അവൻ്റെ അല്ലെങ്കിലും അവൻ്റെ മോൾക്ക് അമ്മ തന്നെയാണ്. അതുകൊണ്ട് അവളെ നോക്കുന്നതൊക്കെ പൊന്നുമ്പോൾ സൂക്ഷിച്ചു വേണം. ആയിക്കോട്ടെ മേഡം, ദർശനമേ പുണ്യം, സ്പർശനമേ പാപം. അതെല്ലാം വിട്. നീ ഇവിടെ ഇത്ര രാവിലെ ഇങ്ങോട്ട് വരണമെങ്കിൽ കാര്യം നിസ്സാരമല്ലല്ലോ. എന്താ പുതിയ പ്രശ്നം? ഹേമ, അത് എനിക്ക് വേണ്ടത് ഗൗരിയേട്ടൻ്റെ ഒരു ഹെൽപ്പാണ്. എൻ്റെ ഒരു കൊളീഗിൻ്റെ മകൾ, അവൾക്കാണ് അസുഖം. ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പം എൻ്റെ കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ചില്ലറയൊന്നും ആയിരിക്കില്ല. ഓഹോ, അപ്പോൾ ബിസിനസ് തന്നെയാണ് ഈ വരവിൻ്റെയും മോൻ്റെ ഉദ്ദേശം. ബിസിനസ്സുകാരനായി പോയില്ലേ ഹേമ? ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ഹായ് ഫ്രണ്ട്സ്, ഇനി എന്താകും ജാനകിയുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നല്ല മഴ വന്നു തുടങ്ങി. ഇതേപോലെ ഒരു വലിയ മഴ ജാനകിയുടെ ലൈഫിലും ഇനി ഉണ്ടാകാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. കോളും കാറും വെച്ചുള്ള വലിയ മഴ, അതൊക്കെ കാരണമാകാൻ പോകുന്നത് സക്കീറാണോ ചന്തുവാണോ എന്ന് മാത്രം കാത്തിരുന്നറിയാം. ബൈ ബൈ.